ഹലോ ഗൈസ്, വിഷ്ണു വ്ളോഗ്സിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ വീട്ടിൽ വെറുതെ കിടക്കായിരുന്നു. അപ്പോൾ പിള്ളേർ പറഞ്ഞത് ഒരു കള്ളക്കുന്ന് മലയെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും, അത് പാലക്കാടും തൃശ്ശൂരും ബന്ധിപ്പിക്കുന്ന ഒരു മലയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കല്ലിങ്കപ്പാടത്താണ്. അവിടെയാണ് മല. ഞാൻ മല ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് കാണിക്കണം ഗൈസ്. നമ്മളിപ്പോൾ ആ കാണുന്ന മലയിൽ നമ്മൾ കയറാൻ പോണത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും സബ് ചെയ്യാത്തവരും തീർച്ചയായും സബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഗൈസ്. ഒരു കുട്ടിയാണ്. അയ്യോ അയ്യോ, എടാ റെക്കോർഡ് ചെയ്തില്ല ഗൈസ്, വീട് പോ ഗൈസ്. അയ്യോ, മൊത്തം കുടുങ്ങി ഗ്യാസ്, മൊത്തം കുടുങ്ങി. ഓഫ് റോഡ് നല്ല റോഡായി, റോഡില്ലാത്തവിടെ, അതിനല്ലേ ഓഫ് റോഡ് പറയുന്നത്. ഓഫ് റോഡ് ഓഫല്ല, അത് മൊത്തത്തിൽ ഓഫായി. അതാണങ്ങനെ ഒരു പാതി ദൂരം, പാതിയില്ല, ഒരു കാൽഭാഗം ദൂരം വന്നിട്ടുണ്ട് ഗൈസ്. അയ്യോ,
കുത്തനെയുള്ള കയറ്റം കയറി വരികയാണ് ഗൈസ്. ഗൈസ് മൊത്തം 3 വണ്ടിയിലാണ് വന്നത്. ഒരു വണ്ടി മേലെ കയറിപ്പോയി, ഇനി 2 വണ്ടി. എനിക്ക് ഭ്രാന്താണ്. ഈ ചെറിയ കുട്ടിയും കൂടിയാണത്. കുട്ടിയൊക്കെ കടിച്ച ചാവും. ഈ പാമ്പൻ ഫോട്ടോ കൊന്നു പറഞ്ഞിട്ട് ആൾക്കാർ നമ്മളെ കൊന്നിട്ടൊന്നുമില്ല, ചത്തു കിടക്കണ കണ്ടപ്പോ നമ്മൾ എടുത്തുന്നുള്ളൂ. കുട്ടിക്ക് പാടൊക്കെ ഉണ്ട്. കാട്ടിനുള്ളിൽ വഴി തെറ്റി എവിടേക്കാ പോകേണ്ടത് അറിയുന്നില്ല. ചുറ്റും കൊടും കാട്. നീ വണ്ടിൻ്റെ അടുത്ത് പോകാനടക്കം വഴിയറിയില്ല ഗൈസ്. ഞങ്ങളുടെ പ്ലാൻ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. പാതി വെച്ചിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. കാരണം അവിടെ ഫോറസ്റ്റുകാർ നിൽപ്പുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു ചെറിയ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവളെ ഫോറസ്റ്റിനകത്ത് കയറ്റാൻ പറ്റില്ല, പാമ്പുകളുടെ ശല്യം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഫ്ലോപ്പായി. ഞങ്ങൾ താഴത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. വണ്ടിയൊക്കെ എല്ലാം സെറ്റാക്കി. അതിന് ചെറുന്ന് പാമ്പ് കടിച്ചു. അടലിയാണ് കടിച്ചത്. അവൻ ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അവൻ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ടാവൻ. ഇപ്പോൾ ചാവ് പോകുന്നില്ല എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ സോറി ഗായ്സ്, ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോകണം. കൊണ്ടുവന്ന പഴമെങ്കിലും കഴിച്ചിട്ട് പോവാ ഗൈസ്. പഴോട് പാമ്പ് കടിച്ചാൽ ആദ്യം കൊടുക്കട്ടെ. ഫുള്ള് ബാഡായി. ചെക്കൻ നെഗറ്റീവ് അടിച്ച് നിൽക്കുകയാണ്. ആകെ ടെൻഷൻ.